അലൈക്കും. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോണത് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഹായ് ഹലോ അസ്സാം വലൈക്കും. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോണത് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ മാങ്ങയൊക്കെ നല്ലോണം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ടൈമാണ് അല്ലേ. ഹലോ അസ്സാം വലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഹലോ അസ്സാം വലൈക്കും. ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഇവിടെ നമ്മൾ ചെയ്യാൻ പോണ ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. ഇപ്പോൾ മാമ്പഴമൊക്കെ നന്നായിട്ട് കിട്ടുന്നൊരു സമയമാണല്ലോ. അപ്പോൾ എല്ലാവരും മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടത് നല്ല പുളിയുള്ള മാമ്പഴമാണ് കേട്ടോ. പഴുത്തതാവും വേണം, അത്യാവശ്യം പുളിയുള്ള മാമ്പഴം വേണം. അപ്പോൾ ഞാൻ ചെയ്ത് പകുതി ആയപ്പോൾ കേട്ടോ വീഡിയോ എടുക്കാമെന്നുള്ള കാര്യം ഓർത്തത്. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് പഴുത്ത മാമ്പഴം, അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, നമ്മളെ വീട്ടിലുണ്ടായതല്ല, അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ആ മാമ്പഴം എടുത്തിട്ട് കുറച്ച് ലേശം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്, പിന്നെ എന്താ പറയുക, ഇതിലേക്ക് 2 ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ. 2 അച്ച് ശർക്കര. അതായത് ഈ മാങ്ങ അത്യാവശ്യം, എനിക്ക് കിട്ടിയ മാങ്ങ അത്യാവശ്യം നല്ല പുളിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 ശർക്കര ഇട്ടിട്ടുണ്ട്. പുളി കുറവുള്ള ആൾക്കാരാണെങ്കിൽ, കിട്ടിയ മാങ്ങയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, അച്ച് ശർക്കര ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 അച്ച് ശർക്കര, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 4-5 മാമ്പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളക്, 2-3 പച്ചമുളക് നടുവെ കീറിയതും, നമ്മൾ 2-3 പച്ചമുളക് നടുവെ കീറിയതും കറിവേപ്പിലും ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ലേശം തേങ്ങ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം കേട്ടോ. ഇതും കൂടെ ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഫൈനലായിട്ട് നമ്മൾ നന്നായിട്ടിത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ കുറച്ച് പുളി കുറഞ്ഞ തൈര്, കട്ടത്തൈര് എടുത്തിട്ട് മെല്ലെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മാമ്പഴ പുളിശ്ശേരിക്ക് വറവിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണക്കമുളകും, ഒരു 1/4 ടീസ്പൂണ് കടുക്, അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവയും കേട്ടോ, അതുപോലെ കറിവേപ്പില എല്ലാം കൂടെ ഇട്ടിട്ട് വറ്റൽമുളക് ഇടണം. എല്ലാം കൂടെ ചെയ്തിട്ട് നമ്മൾ വറവിട്ട് കേട്ടോ. ഇതാക്കണ്ടോ, നമ്മളെ മാമ്പഴ പുളിശ്ശേരിൻ്റെ ഫൈനൽ ലുക്കാണ്. ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തൈര് മിക്സിയിലൊന്ന് അടിച്ചിട്ട് തൈര് ഒഴിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ എന്താ പറയുക, മാമ്പഴ പുളിശ്ശേരിൻ്റെ ഫൈനൽ സ്റ്റേജ് കേട്ടോ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റോട് കൂടിയ മാമ്പഴ പുളിശ്ശേരി ഇതുണ്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ. അടിപൊളിയായിട്ട് നല്ല, ഈ മാമ്പഴക്കാലം കഴിയുന്നതിന് മുന്നേ ആയിട്ട് തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. കണ്ടോ, ഇതെന്താണെന്നറിയോ മക്കളെ, മാമ്പഴ പുളിശ്ശേരി കണ്ടോ. അടിപൊളിയായിട്ടുണ്ട്. എന്തോ, ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വന്നോളില്ലോ.